ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ 18ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളുമാണ് ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ന് 15 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നൽകാനുള്ളത്. അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത് ഫ്ലോറിയാൻ വിഡ്സുമായി ബന്ധപ്പെട്ടതാണ്. ഈ താരം ലിവർപൂളിലേക്ക് എത്താനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ്. ലിവർപൂളിലേക്ക് വരാൻ വിഡ്സ് സമ്മതം പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ലിവർപൂളും ബയർ ലെവർക്യൂസനും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഒരു വലിയ തുക തന്നെ താരത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഇനി രണ്ടാമത്തേത് മറ്റൊരു ബയർ ലെവർക്യൂസൻ താരമായ ജൊനാഥൻ തായുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം ബയേൺ മ്യൂണിക്കിലേക്ക് പോവുകയാണ്, സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഫാബ്രിസിയോ റൊമാനോ കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്ത സീസണിൽ ബയേണിന് വേണ്ടിയാണ് ജൊനാഥൻ താ കളിക്കുക. ബാഴ്സക്ക് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അക്കാര്യത്തിൽ പ്രോഗ്രസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി മൂന്നാമത്തേത് റൈൻഡേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. AC മിലാൻ താരമായ ഇദ്ദേഹത്തിന് വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റി ശ്രമങ്ങൾ തുടരുകയാണ്. അധികം വൈകാതെ തന്നെ സിറ്റി AC മിലാന് ഒരു ഓഫർ നൽകിയേക്കും. നാലാമത്തെ താരം അത് ജോവോ പെഡ്രോയാണ്. ബ്രൈറ്റന്റെ ഈ ബ്രസീലിയൻ താരം ഈ സമ്മറിൽ ക്ലബ്ബ് വിടുകയാണ്. എങ്ങോട്ടാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. പ്രീമിയർ ലീഗിലെ പല ക്ലബ്ബുകളും ഇദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ചെൽസിക്ക് താല്പര്യമുണ്ട്. 70 മില്യൺ യൂറോ താരത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി അഞ്ചാമത്തെ താരം മറ്റൊരു ബ്രസീലിയൻ താരമായ റോഡ്രിഗോയാണ്. ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരുപാട് ക്ലബ്ബുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ആഴ്സണൽ സീരിയസ് ആയിക്കൊണ്ട് പരിഗണിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു സ്പാനിഷ് ക്ലബ്ബായ അത്ലറ്റിക്കോ മാഡ്രിഡും റോഡ്രിഗോയുടെ ഈ ഒരു സാഹചര്യം നിരീക്ഷിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ആറാമത്തെ താരം റാസ്മസ് ഹോയിലുണ്ടാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ താരത്തെ കൈവിടാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ചുരുങ്ങിയത് 50 മില്യൺ യൂറോ എങ്കിലും താരത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും. യുവന്റസിന് ഈ താരത്തിൽ താല്പര്യമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി ഏഴാമത്തെ താരം അത് ജാമി വാർഡിയാണ്. ലെസ്റ്റർ സിറ്റിയുടെ ലെജൻഡായ ഇദ്ദേഹം ക്ലബ്ബ് വിടുകയാണ്. വലൻസിയ ഇദ്ദേഹത്തെ ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് റൂമറുകൾ. ഇനി എട്ടാമത്തെ താരം അത് കിങ്സ്ലി കോമാനാണ്. ഈ താരം ബയേൺ മ്യൂണിക്ക് വിടാനുള്ള ഒരുക്കത്തിലാണ്. 30 മില്യൺ യൂറോക്ക് മുകളിൽ താരത്തിന് വേണ്ടി ആവശ്യപ്പെടാനാണ് ബയേൺ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ പ്രീമിയർ ലീഗിലേക്കോ സൗദി അറേബ്യയിലേക്കോ പോവാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല. ഒൻപതാമത്തെ താരം അത് ടിനോ ലിവറമെന്റോയാണ്. ന്യൂകാസിൽ യുണൈറ്റഡിന്റെ റൈറ്റ് ബാക്ക് താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ നമ്പർ 1 ടാർഗറ്റ് ടിനോയാണ്. പക്ഷെ ഒരിക്കലും ഇദ്ദേഹത്തെ സ്വന്തമാക്കുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമാവില്ല. പത്താമത്തെ താരം അലജാൻഡ്രോ ഗർണാച്ചോയാണ്. ഈ അർജന്റീൻ താരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഇപ്പോൾ സന്തോഷവാനല്ല. അതുകൊണ്ട് തന്നെ ക്ലബ്ബ് വിടുന്ന കാര്യം അദ്ദേഹം പരിഗണിക്കുന്നുണ്ട്. സൗദിയിൽ നിന്നും പ്രീമിയർ ലീഗിൽ നിന്നും ഓഫറുകൾ വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 11 ലൂക്ക മോഡ്രിച്ച് ആണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ ഇന്റർ മയാമിക്ക് താല്പര്യമുണ്ട്. മെസ്സിയുടെ ക്ലബിന് താല്പര്യമുണ്ട്. ലൂക്ക മോഡ്രിച്ച് റയൽ മാഡ്രിഡ് വിടുകയാണ്. 12ാമത്തെ താരം ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഹിലാലിന് താല്പര്യമുണ്ട്. അധികം വൈകാതെ തന്നെ അൽ ഹിലാൽ ആകർഷകമായ ഒരു ഓഫർ ബ്രൂണോ ഫെർണാണ്ടസിന് നൽകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 13 ബീറ്റീഞ്ഞയാണ്. ലൂക്ക മോഡ്രിച്ചിന് പകരം ഈ പോർച്ചുഗീസ് സൂപ്പർ താരത്തെ എത്തിക്കാൻ റയലിന് ഇപ്പോൾ താല്പര്യമുണ്ട്. പക്ഷെ അത് എളുപ്പമാവില്ല എന്നുള്ളത് റയൽ മാഡ്രിഡ് തന്നെ മനസ്സിലാക്കുന്നു. PSG അദ്ദേഹത്തെ കൈവിടാനുള്ള സാധ്യത കുറവാണ്. 14 അൻസു ഫാറ്റിയാണ്. ഈ ബാഴ്സ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഫ്രഞ്ച് ക്ലബ്ബായ മൊണോക്കോ രംഗത്ത് വന്നിട്ടുണ്ട്. താരം ബാഴ്സ വിടാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ്. ഇനി 15ാമത്തെ താരം അത് ലൂയിസ് ഡയസ് ആണ്. കൊളംബിയൻ സൂപ്പർ താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി FC ബാഴ്സലോണ രംഗത്ത് വന്നിട്ടുണ്ട്. വളരെ സീരിയസ് ആയിക്കൊണ്ട് ഡയസിനെ ബാഴ്സ പരിഗണിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്രയും അപ്ഡേറ്റുകളാണ് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്. അടുത്ത എപ്പിസോഡുമായി അധികം വൈകാതെ തന്നെ കാണാം.